അപ്പോൾ അതാ ഇന്ന് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള അതായത് സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു നല്ലൊരു ലൈൻ വരുന്ന ക്ലോത്ത് ഒരു പിങ്ക് കളറിൽ ഇതിൻ്റെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ ഞാനതിലിതാ ഈ ഒരു പിങ്കാണ് എടുത്തിട്ടുള്ളത്. നല്ല റയോൺ ക്ലോത്താണ് കേട്ടോ, അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ക്ലോത്താണ്. ഇത് മീറ്ററിന് 270 രൂപയാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ 2 മീറ്ററാണ് വാങ്ങിയത്. വാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, ക്ലോത്ത് കണ്ടു ഇഷ്ടപ്പെട്ടു വാങ്ങിയതുള്ളൂ. പിന്നെ ഞാനൊരു മോഡൽ കണ്ടുപിടിച്ച് സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ. അതിൻ്റെ മോഡൽ നമ്മൾ ലാസ്റ്റ് ഇടുമ്പോൾ ലുക്കും കാണിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഇന്നെപ്പോലുള്ള പെൺകുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് മക്കൾക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റുന്ന, ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള വെസ്റ്റേൺ ടൈപ്പ് കുർത്തിയൊക്കെ തയ്ച്ചു കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും അല്ലേ. അപ്പം അവർ ജീൻസിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന, അപ്പോൾ അതെന്തായാലും ഇതൊന്ന് അമ്മമാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം മക്കൾക്ക് സന്തോഷവും. കാരണം എൻ്റെ രണ്ടാമത്തെ മോൾക്ക് വേണ്ടിയിട്ട് അവൾ പിന്നെ ജോലി ചെയ്യട്ടെ, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഉള്ള ലീവിന് വന്നപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് തയ്ച്ചു കൊടുത്തതായിരുന്നു. അവൾക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പറയണേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് അത്യാവശ്യം വീതിയുള്ള ക്ലോത്താണ്. അപ്പോൾ അത് ഇപ്പോൾ 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി കണ്ടോ, ഇവിടെ 2ആക്കി മടക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്നും കൂടി ഞാൻ ഇങ്ങോട്ട് മടക്കിയിട്ട് ഇത് 4ആക്കി എടുക്കുന്നുണ്ട്, നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഞാനൊന്ന് 4ആക്കി മടക്കിയിട്ടിട്ടാണ് നമ്മളിതിൽ അളവുകളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അളവ് കൊടുക്കുന്നത് പിന്നെ 13, അതായത് നമ്മുടെ വേസ്റ്റ് ലെങ്ത് ഉണ്ടാവുമല്ലോ. അപ്പം എൻ്റെ മോളുടേത് 13 ഇഞ്ചാണ്, 12 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്. അതിലേക്ക് ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 13 ഇഞ്ച് വേസ്റ്റ് ലെങ്ത് ആണുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലെങ്ത് ആയിരിക്കും അല്ലേ, വേസ്റ്റിൻ്റെ ലെങ്ത്. അപ്പോൾ അത് അതിനനുസരിച്ച് ചെയ്യാം അല്ലേ. അപ്പം ഇത് ഞാൻ ഏകദേശം 13 ഇഞ്ച് എന്നുള്ള രീതിയിൽ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഫോൾഡായി കിടക്കുന്ന ഭാഗമാണ് കേട്ടോ ഇവിടെ. ഇത് ഫോൾഡായി കിടക്കുന്നുണ്ട്, സൈഡിൽ ഓപ്പണായിട്ടും കിടക്കണം. അപ്പോൾ ഞാൻ ഈ ലൈന് ഇതുപോലെ ഇങ്ങനെ വീതിയിൽ വരുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ ഫുള്ളായിട്ട് തയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ 13 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വേസ്റ്റ് ലെങ്ത്തിൻ്റെ ആ ഒരു ലെങ്ത്താണ് കേട്ടോ. അതേ അളവ് തന്നെ ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അതായത് 13 ഇഞ്ച് ലെങ്ത്ത് ഇങ്ങോട്ടും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എത്രയാണോ വേസ്റ്റ് ലെങ്ത്ത് അത് തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ സാധാരണ ഇത് ഞാൻ അടയാളപ്പെടുത്തിയ ശേഷം നമ്മൾ നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ മോളുടേത് ഒരു 6.5 ഇഞ്ചാണ്, അധികം വണ്ണമില്ലാത്ത കുട്ടിയാണ് കേട്ടോ. അപ്പം 6.5 ഇഞ്ചാണ്. അതിനുശേഷം നമ്മൾ ഈ 13 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തിയ ഭാഗത്തിൽ അവിടെ താഴേക്കായിട്ടൊന്ന് 2 ഇഞ്ച് ഒന്ന് താഴേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവിടേക്ക് നമ്മൾ ആ ഒരു മുകളിൽ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ചരിച്ച് നമുക്ക് ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലൊന്ന് ചരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മൾ ഷോൾഡറിൻ്റെ കണ്ടോ, ഷോൾഡർ ഇവിടെയാണ് ഷോൾഡർ. അപ്പോൾ അവിടെ നമുക്ക് ഏകദേശം 1 ഇഞ്ച് ഇങ്ങോട്ട് ഇങ്ങനെ വരും, താഴേക്കായിട്ട് ഒരു ലൈന് വരും. അപ്പോൾ 1 ഇഞ്ച് വരുമ്പോൾ നമ്മൾ ആ താഴെ നിന്നുള്ള ആ ലൈനിൻ്റെ അവിടെ നിന്ന് വേണം നമ്മൾ കൈക്കുഴിക്കുള്ള ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാൻ. അപ്പോൾ അത് അവിടെ നിന്ന് 6.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 6.5 ഇഞ്ചാണ് ഷോൾഡർ. അത് തന്നെയാണ് ഞാൻ താഴേക്ക് കൈക്കുഴിക്കും വേണ്ടി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ 12.5 ഇഞ്ചായിരിക്കും വരിക അല്ലേ. ഏറ്റവും മുകളിൽ നിന്ന് 13 ഇഞ്ച്, പിന്നെ അവിടെ 1 ഇഞ്ച് താഴേക്കുള്ള ആ ഒരു ഇത് വരുന്നതുകൊണ്ട് അവിടെ 13 ഇഞ്ച് ഞാൻ കറക്റ്റാക്കി ഇവിടെ 12.5 ആയിട്ട് വരും ഇവിടുന്ന് അളക്കുമ്പോൾ. അങ്ങനെ അവിടെ കൂടി ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വരച്ച് കൊടുക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് കൈക്കുഴിൻ്റെ ഭാഗത്ത് അവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ചെസ്റ്റ് വരുന്നത് 34 ഇഞ്ചാണ്. 34 ഇഞ്ച് നമ്മൾ മൊത്തത്തിൽ ബോഡിയിൽ നിന്ന് എടുത്ത അളവ് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ 4 ഭാഗമാക്കുമ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 8.5 ഇഞ്ച് കിട്ടും. ആ 8.5 ഇഞ്ച് പ്ലസ് 2 ഇഞ്ചാണ് നമ്മൾ ഇവിടെ അളവ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ എൽ ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എൽ ഷേപ്പിൽ വരച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇവിടെ ജസ്റ്റ് കൈയും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈക്കുഴിയും കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് നമുക്ക് അളവ് നോക്കാം, കൈക്കുഴി എത്രയുണ്ട് അതവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ 16 ഇഞ്ചാണ് മോളുടെ കൈക്കുഴി ഉള്ളത്. അപ്പോൾ അതിൻ്റെ 2 ഭാഗമാക്കുമ്പോൾ 8 ഇഞ്ചും പ്ലസ് 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും അങ്ങനെ 10 ഇഞ്ച് ടോട്ടൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മൾ നോക്കണം. ഞാൻ അങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. എല്ലാവരും ഒരുപോലെയാണ് എനിക്കറിയില്ല, ഞാൻ നോക്കാറുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, വേസ്റ്റ് ലെങ്ത്ത് അതായത് മോളുടേത് 30 ഇഞ്ചാണ്. 30 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ 4 ഭാഗമാക്കുമ്പോൾ 7 ഇഞ്ചും പ്ലസ് 2 ഇഞ്ച് അങ്ങനെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ ജസ്റ്റ് അടയാളപ്പെടുത്തി ഇട്ടിട്ടുണ്ട്.
ഇനി ഇതാ നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ 13 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ 13 ഇഞ്ചുള്ള അവിടെ നിന്ന് താഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്ലീവിൻ്റെ റൗണ്ടാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഏകദേശം ഒരു ഹാഫ് സ്ലീവ് വരുന്ന ആ ഒരു കൈ നമുക്ക് അവിടെ കിട്ടും, സ്ലീവിൻ്റെ അളവ് വരും. കാരണം നമ്മൾ ഷോൾഡർ നമ്മളത് 6 7 ഒക്കെ ആണെങ്കിലും നമുക്ക് എക്സ്ട്രാ നമ്മൾ 13 ഇഞ്ച് എടുക്കുമ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു ഭാഗം വരിക. അപ്പോൾ അവിടെ നമ്മൾ സ്ലീവിൻ്റെ റൗണ്ട് 12 ഇഞ്ചാണ് മോൾഡ് ചെയ്ത് അതിനെ 2 ഭാഗമാക്കി 6 + 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് ഇത് വേസ്റ്റ് ലെങ്തിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള അളവിൻ്റെ അവിടെ ഒരു ചെറിയ രീതിയിലൊരു ഇവിടുന്ന് ഇത് സ്ലീവിൻ്റെ കറക്റ്റ് അവിടെ ഇതുവരെ വേണം. ഇവിടെ വരെ വന്നിട്ട് അവിടെ നമ്മളിങ്ങനെ ചെറുതായിട്ട് ചെരിച്ച് ഒരു റൗണ്ട് ഷേപ്പിൽ അവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് വേസ്റ്റിൻ്റെ അങ്ങോട്ട് കേട്ടോ. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവൊക്കെ നമ്മളവിടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയേ ഉള്ളൂ. അവിടെ നിന്ന് കട്ട് ചെയ്യാനുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഇത്രയും വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ നിങ്ങൾക്ക് അതിന് മോഡൽ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ വെട്ടുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ എനിക്ക് എങ്ങനെ പറഞ്ഞു തരാമെന്ന് അറിയില്ല. ഏതായാലും ഇത് നമ്മൾ ഇവിടെ ഈ സ്ലീവിൻ്റെ ആ ഒരു കറക്റ്റ് അളവില്ലേ, സ്ലീവിൻ്റെ റൗണ്ടും +2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത ആ അളവ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് സ്ലീവിൻ്റെ ആ ഒരു അളവ് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഭാഗം നമുക്ക് യോക്കിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇത് തൽക്കാലം നമ്മൾ യോക്ക് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി താഴേക്കുള്ള സ്കേർട്ട് പോലെയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ടോട്ടൽ ഈ ഡ്രസ്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 26 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ യോക്ക് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് 13 ഇഞ്ച് ലെങ്ത്തിലാണ് അല്ലേ. അപ്പോൾ ഇനി താഴേക്ക് നമുക്ക് അതിൻ്റെ 13 ഇഞ്ചും കൂടിയും കിട്ടണം. അപ്പോൾ 13 ഇഞ്ച് കിട്ടും. പിന്നെ സ്കേർട്ട് നമ്മൾ നെറിവൊക്കെ ഇട്ട് തയ്ക്കുമ്പോൾ കുറച്ചുകൂടി തയ്യൽ തുമ്പ് നമുക്ക് വേണ്ടി വരും. ഈ ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ. പിന്നെ അത് നമ്മളൊരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പോട് കൂട്ടിയിട്ട് 14 ഇഞ്ച് താഴേക്ക് സ്കേർട്ട് പോലെ നമുക്ക് വേണം. അപ്പോൾ ഇതിൻ്റെ യോക്ക് ഭാഗം നമ്മൾ ലൈന് രീതിയിൽ വരുന്ന രീതിയിലാണ് എടുക്കുന്നത്. പക്ഷേ താഴേക്ക് നമ്മൾ ഒരു ഞൊറി വരുന്ന ഭാഗം താഴേക്ക് ലൈന് കണ്ടാൽ കുത്തനെ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അത് പ്ലെയിൻ ക്ലോത്തിൽ ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനത്തെ ക്ലോത്തിലാവുമ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടാവുന്നു മാത്രം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ യോക്ക് ഭാഗം എന്താ പറയുക, ലൈൻ ഒരു കറക്റ്റ് ഇതിലല്ല, ചെറുതായിട്ടൊരു കർവ് പോലെ നമ്മൾ ഷേപ്പിട്ട് ഒരു റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് തന്നെ ഈ ഒരു താഴേക്കുള്ള ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ താഴേക്കുള്ള ഭാഗത്ത് നമ്മൾ 4 ഇഞ്ചാണ് ആ ഒരു വളവ് വന്നിട്ടുള്ളത്. അതായത് യോക്ക് ഭാഗത്ത് നമ്മൾ ആ ഒരു വളവ് വരെ ഒരു ഷേപ്പ് വന്നിട്ടുള്ളത് 4 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ആ 4 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ താഴേക്ക് വരുന്ന സ്കേർട്ടിലും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതായത് ഇപ്പം നമ്മൾ 14 ഇഞ്ചാണ് നമുക്ക് താഴേക്ക് സ്കേർട്ടിന് വേണ്ടത് തയ്യൽ തുമ്പടക്കി. പക്ഷേ നമുക്ക് ആ ഒരു വളവ് അവിടെ ചെറിയൊരു വളവ് കട്ട് ചെയ്തത് കൊണ്ട്, യോക്ക് ഭാഗത്ത് നമ്മൾ വളവ് കട്ട് ചെയ്തത് കൊണ്ട് ആ വളവിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ഈ 14 ഇഞ്ചിലേക്ക് നമ്മൾ 4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമുക്ക് 18 ഇഞ്ച് വേണം എന്ത് താഴേക്കുള്ള സ്കേർട്ട് എടുക്കാൻ. കാരണം ഈ ഒരു വളവുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് 4ആക്കി തന്നെ ഞാൻ ക്ലോത്ത് താഴേക്കുള്ള സ്കേർട്ടിനുള്ള ക്ലോത്ത് 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. കാരണം ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും നമുക്ക് ഞൊറി വിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള വീതി എത്രയാണോ നോക്കിയിട്ട് യോക്ക് ഭാഗത്ത് നമുക്ക് വരുന്ന വീതി നോക്കിയിട്ട് അതിലേക്ക് ഒരു 10 ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഞൊറി എടുക്കുന്നത് കേട്ടോ. കൂടുതൽ എടുക്കുന്നില്ല, ഒരുപാട് ഞൊറിവ് ഉണ്ടാവണമെന്നില്ല. നമ്മളുടെ അടുത്ത് ക്ലോത്ത് ഉള്ളതിനനുസരിച്ച് ഞാനൊരു 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ക്ലോത്ത് നമ്മുടെ സ്കേർട്ടിന് തയ്ക്കാൻ കൊടുത്ത് ഞാൻ 4ആക്കി മടക്കിയിട്ടിട്ട് നമ്മൾ യോക്ക് ഭാഗത്ത് എടുത്ത അളവ്, അതായത് 2ആക്കി അങ്ങനെ 4ആക്കി മടക്കിയിട്ടിട്ട് നമ്മളൊരു ചെസ്റ്റിൻ്റെ അളവ് എടുത്തില്ല. അതൊരു 12 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ ആ 12 ഇഞ്ചിനേക്കാൾ ഒരു 10 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 22 ഇഞ്ചാണ് ഞാനിതാ സ്കേർട്ടിനുള്ള വീതി എടുക്കുന്നത് കേട്ടോ. വീതി ഞൊറിവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് 10 ഇഞ്ചാകുമ്പോൾ നമുക്കൊരു 10 ഞൊറിവൊക്കെ ഇടാമല്ലോ. അപ്പോൾ കാരണം മടക്കി ഇട്ടിട്ടാകുമ്പോൾ ക്ലോത്ത് അതിനനുസരിച്ച് ഉണ്ടാവും. അങ്ങനെ അതിവിടെ ഞാൻ ഇങ്ങനെ കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ വരച്ചു കൊടുത്ത ഭാഗത്തുള്ള ഈ ഒരു അളവ് എന്ന് പറയുന്നത് കറക്റ്റ് 18 ഇഞ്ചാണ് കേട്ടോ. നമുക്ക് 18 ഇഞ്ച് വേണം. അപ്പോൾ അവിടെ അത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് 18 ഇഞ്ചെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ആ ഒരു ചെരിവ് വരുന്നതുകൊണ്ട് യോക്ക് ഭാഗത്ത് ആ ഒരു വളവ് വന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ആ സ്ലീവിൻ്റെ കട്ടിങ് കൊടുത്തില്ലേ, അത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു വളവ് നമുക്ക് കറക്റ്റാക്കി അതുപോലെ വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചു കൊടുക്കാം. കാരണം സൈഡിലാണല്ലോ നമ്മൾ വളവ് വരുന്നത്. അപ്പം തയ്ച്ച് വരുമ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ ഏകദേശം കണ്ടോ 4 ഇഞ്ച് ഒരു 4 ഇഞ്ച് വ്യത്യാസം നമുക്കുണ്ട് കേട്ടോ ഈ ഒരു വളവ് ഇങ്ങനെ. അപ്പോൾ അത് ഇവിടെ കറക്റ്റായിട്ട് ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട്. ബാക്കി 14 ഇഞ്ചുണ്ട് താഴേക്ക്.
അങ്ങനെ ഇവിടെ 14 ഇഞ്ച് മതി, കാരണം അവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ 14 ഇഞ്ചും ഇവിടെ 18 ഇഞ്ചും ഈ സൈഡിലാണ് 18 ഇഞ്ച് വേണ്ടത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വളച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 14 ഇഞ്ചിലേക്ക് 18 ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് ഈ ഭാഗത്ത് മാത്രമാണ് നമുക്ക് 18 ഇഞ്ച് വേണ്ടത്. കാരണം നമ്മുടെ യോക്ക് ഭാഗത്തിൻ്റെ സൈഡിലാണ് ആ ഒരു കർവുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടോ, ഇതുപോലെയാണ് വരിക. ഇനി അത്രയും ഭാഗം ഇതാ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് നമ്മുടെ ക്ലോത്ത് കിട്ടുക. ഞൊറിവിട്ട് തയ്ക്കുമ്പം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടി ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോക്കിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ചെറിയൊരു കട്ടിങ് കൊടുക്കാം. സെൻറ്ററിൽ നിന്ന് തയ്ച്ച് വരികയായിരിക്കും ഏറ്റവും നല്ലത്. അതാ കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് ഉള്ളൂ. അപ്പോൾ ഇതിപ്പം സ്റ്റിച്ച് ചെയ്ത് നല്ലോണം സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ നല്ല ബിഗിനേഴ്സിന് തുടക്കക്കാർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. എന്നാലും ഇനി ഒരുപാട് കമൻറ്റ് വരാറുണ്ട്, ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ എൻ്റെ മാക്സിമം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലോത്ത് വരിക. ഇനി നമുക്കിങ്ങനെ ഞൊറി വിട്ട് കൊടുക്കണം. ഏകദേശം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇങ്ങനെ ഞൊറി വിട്ട് വരുമ്പോൾ ഈ ഭാഗം കണ്ടോ, നമ്മൾ അവിടെ ഇങ്ങനെ ആ ഒരു കർവ് പോലെ ഒരു ഷേപ്പ്, ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ തയ്ക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് വരും, ഇങ്ങനെ വരും. അപ്പോൾ വരുമ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ഒരേ ലെങ്ത്ത് കിട്ടുന്ന രീതിയിൽ നമുക്ക് വരും. അത് നമ്മൾ പിന്നെ ഈ ഒരു ആലിയ കട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗം അങ്ങനെ കുറച്ച് ലെങ്ത്ത് കൂട്ടി ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്കിത് സ്റ്റിച്ച് ചെയ്യണത് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് താഴേക്കുള്ള സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, യോക്ക് ഭാഗത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് ഭാഗം, അതായത് യോക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നെക്ക് വിടുത്താണ് ഇപ്പോൾ എടുക്കുന്നത്. ഷോൾഡർ വിടുത്ത് എടുക്കുന്നുണ്ട്, 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. താഴേക്ക് 5.5 ഇഞ്ചും എടുത്തിട്ടുണ്ട് ലെങ്ത്ത് കേട്ടോ. ഇത് നമ്മൾ ഒരു വി ഷേപ്പിലാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. അപ്പം ഇത് വേണമെങ്കിൽ ഈ ഭാഗത്ത് കോളർ വെച്ച് തയ്ക്കാം. നമ്മുടെ നെക്കിന് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് വി ഒരു അത്ര സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഞാനൊരു വി ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നെക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു ക്രോസ് പീസ് വെച്ചായതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ 3 ഇഞ്ച് നെക്ക് വിടുത്തെടുത്തത് കേട്ടോ. കാരണം നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഒരു ക്രോസ് പീസൊക്കെ വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു 4 ഇഞ്ച് 6 ഇഞ്ച് കൂടി വരും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ കറക്റ്റുള്ള വിടുത്ത് നമ്മൾ ഒരു തുണിയിൽ നെക്ക് വരച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മുടെ നെക്ക് വിടുത്ത് വേണ്ടത് അതെടുത്താൽ മതി. ഇപ്പോൾ നമ്മളിവിടെ ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ചൊരു കുറവ് എടുത്തിട്ടുണ്ട്. 3.5 ഒക്കെ നെക്ക് വിടുത്ത് വേണ്ടത് ഒരു 3 എടുത്താലും തയ്ച്ച് വരുമ്പോൾ ഏകദേശം 3.5 ആയി വരും. പിന്നെ ബാക്ക് നെക്ക് നെക്ക് വിടുത്ത് പിന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് 3 ഇഞ്ചും താഴേക്ക് 3.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസ് ഇതും ഫ്രണ്ട് പീസുമാണ് കേട്ടോ. ഇനി ഇത് തമ്മിൽ ആദ്യം നമ്മൾ നെക്കൊക്കെ ഒന്ന് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഷോൾഡർ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് 2 സൈഡിലേക്ക് വേണം ഇതേപോലെ വരും. ഇവിടെ ഇങ്ങനെ 2 സൈഡ് കറക്റ്റാക്കി വെച്ചതിന് ശേഷം 2 സൈഡിലേക്ക് നമുക്ക് മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ഇവിടെ നിന്ന് ഇവിടെ വരെ ഇങ്ങനെ നമുക്ക് ഷോൾഡർ കൂട്ടി തയ്ക്കാവുന്നതാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ ഈ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ നല്ല ഭാഗത്ത് വെച്ചിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇതുവരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു കട്ടിങ് കൊടുക്കാം കേട്ടോ, നല്ല രീതിയിൽ മറിഞ്ഞ് കിട്ടാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടൊന്ന് മറിച്ചിട്ട് മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചതിന് ശേഷം ഉള്ളിലേക്ക് തയ്ച്ച് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്ത് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ക്രോസ് പീസ് വെച്ച് നെക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ രണ്ടും, അതായത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ച്ചതിന് ശേഷം ഷോൾഡറും കൂടി ഒന്ന് കൂട്ടി തയ്ച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷോൾഡറും കൂടി നമ്മൾ കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ എന്ത് വരിക, യോക്ക് ഭാഗം വരിക. ഇനി നമുക്ക് താഴേക്കുള്ള സ്കേർട്ട് എങ്ങനെ ചെയ്യണം നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 ഭാഗം
അതായത് നമ്മുടെ താഴേക്കുള്ള തുണിയുടെയും മുകളിലേക്കുള്ള യോക്കിൻ്റെയും രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗം നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ ചെരിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതിന് ഞാൻ എന്താ പറയുക ഞൊറിവ് കൊടുക്കുന്നത് ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ. നമ്മൾ സാധാ ഞൊറിവ് ഇടുന്ന പോലെയല്ല. നമ്മൾ യൂണിഫോമിൻ്റെയൊക്കെ ആ ഒരു കൊടുക്കൂലേ, അതായത് ഒരു എന്തായാലും പറയുക ഒരു എന്താ പറയുക ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഈ ഒരു രീതിയിലുള്ള ഒരു ഞൊറിവാണ് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ യൂണിഫോമിനൊക്കെ കുട്ടികളെ യൂണിഫോമൊക്കെ ചെയ്യുമ്പോൾ തയ്ക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ഞൊറിവാണ് ഞാൻ ഈ ഒരു ടോപ്പിന് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ മടക്കി വരുമ്പോൾ ഒന്നും കൂടി ഭംഗി ഉണ്ടാവണോ. ഇങ്ങോട്ട് എത്തുന്ന വരെ നമ്മൾ രണ്ട് സൈഡിലേക്കും ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്തായാലും ഞാനത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. ഒരു സൈഡ് തയ്ക്കണതേ ഞാൻ കാണിക്കാം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം മനസ്സിലാവുക. ഇതാണ് താഴെയുള്ള സ്കേർട്ടിൻ്റെ സെൻറ്റർ ഭാഗം. മുകളിലുള്ള നമ്മളെ യോക്കിൻ്റെ സെൻറ്റർ ഭാഗവും ഞാനവിടെ ഒരു ചെറിയൊരു ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തയ്ക്കുന്നത് സെൻറ്റർ ഭാഗത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏകദേശം 1 ഇഞ്ച് വീതിയിൽ ഉള്ളിലേക്കാക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്നു ആദ്യം സെൻറ്റർ ഭാഗം നല്ല രീതിയിൽ നിന്നാലല്ലേ നമുക്ക് കറക്റ്റായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നല്ലൊരു ഞൊറി വിട്ട് ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. പിന്നെ വീണ്ടും ഇങ്ങോട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങോട്ട് കുറച്ച് വീതിയിലായിരിക്കും ഈ ഒരു പ്ലേറ്റ് വരിക അല്ലേ. അപ്പോൾ ഒന്ന് വീതിയിൽ മടക്കി പിന്നെ അപ്പുറത്ത് നിന്നതാ ഇങ്ങോട്ടൊരു അങ്ങോട്ട് മടക്കി. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ പറയുന്നതിനേക്കാൾ അത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് കരുതിയിട്ടാണ് ഞാനത് കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മടക്കി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ തുണിയുടെ ഈ അറ്റം ഇങ്ങോട്ട് ആ ഒരു സ്ലീവിൻ്റെ കട്ടിങ് കൊടുത്ത ഭാഗത്തേക്ക് ആ ഒരു അറ്റം വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഞൊറിവിട്ട് ഇങ്ങനെ തയ്ക്കാം. വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിരിക്കും. ഇവിടെ ഇങ്ങനെ കറക്റ്റായി വന്നതുകൊണ്ട് പിന്നെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങോട്ട് യോജിപ്പിച്ച് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലേക്കും ഞൊറിവിട്ട് കൊടുക്കാം. വീണ്ടും സെൻറ്റർ ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഉള്ളിൽ ഇങ്ങനെ മടക്കി ഇങ്ങനെ കൊടുക്കാം. സെൻറ്റർ ഭാഗത്ത് നല്ല രീതിയിൽ ഞൊറി വന്ന് കഴിഞ്ഞാൽ കാണാൻ ഒരു വൃത്തിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയത് കേട്ടോ. ഇനി ഈ സൈഡിൽ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വരും. രണ്ട് സൈഡിലേക്കും ഒരുപോലെ കിട്ടും നമുക്ക്. ഈ സൈഡിലേക്കും ഇതറ്റം ആ ഒരു കട്ടിങ് വരെ കറക്റ്റ് വരുന്നുണ്ടോ നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ആ പ്ലേറ്റ് നമുക്ക് മുൻഭാഗത്ത് ഉള്ള ഒരു ഭാഗം നമ്മൾ തയ്ച്ചു. ഇതുപോലെ കിട്ടും. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് ആ ഞൊറിവ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തയ്ച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി ഈ ഒരു സൈഡ് കഴിഞ്ഞ് നമുക്കിനി അടുത്ത അപ്പുറം ഭാഗം കൂടിയും തയ്ച്ചിട്ട് വരാം. അപ്പോൾ അതൊരു റൗണ്ടായിട്ട് കണ്ടോ, യോക്കിൻ്റെ ഭാഗം റൗണ്ടായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ മുകൾ ഭാഗത്തെ ആ ഒരു യോക്ക് വരുന്നത് വീതിയിലും താഴേക്കുള്ള സ്കേർട്ട് വരുന്നത് താഴേക്ക് ലൈൻ വരുന്ന രീതിയിലായതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഞാൻ രണ്ട് സൈഡ് തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ബാക്കും മുൻഭാഗവും ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് സ്ലീവ് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് നമ്മുടെ സ്ലീവ് വെക്കേണ്ടത്. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള സ്ലീവാണ് വേണ്ടത്. അതായത് ഇതിപ്പോൾ ഒരു ഹാഫ് സ്ലീവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒന്നും കൂടി ഇറക്കമുള്ള സ്ലീവാണെങ്കിൽ അതിനനുസരിച്ച് തുണി എടുത്തിട്ട് നമ്മൾ ലെങ്ത്ത് എത്രയാണോ വേണ്ടത്, ഇപ്പോൾ നമ്മൾ എടുത്തതിനേക്കാൾ കുറച്ചൊരു 6 ഇഞ്ചോ 7 ഇഞ്ചോ എക്സ്ട്രാ എടുത്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ലെങ്ത്ത് നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. മുട്ടിൻ്റെ താഴെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യാം. സാധാരണ പോലെ തന്നെ അതിലിങ്ങനെ വെച്ച് തയ്ച്ചിട്ട് നമുക്ക് കൂട്ടി തയ്ച്ചെടുത്താൽ മതി. പക്ഷേ ഞാനൊരു ഹാഫ് സ്ലീവ് പോലെ ആയതുകൊണ്ട് ഈ ഒരു ക്ലോത്തിൻ്റെ ഒരു പീസ് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഒരു 5 ഇഞ്ച് വീതിയുള്ള പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സൈഡ് ഞാനിങ്ങനെ തയ്ച്ചിട്ട് തയ്ക്കാത്ത സൈഡ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ മറിച്ച്
ഇവിടെ ഒന്നും കൂടി പ്രസ് ചെയ്ത് തയ്ച്ചെടുത്തിട്ട് ഇത് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുന്നതിന് പകരം ഇവിടെ ഒന്ന് സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ഇങ്ങോട്ട് ഈ ഭാഗം നമ്മൾ എന്തായാലും തയ്ച്ചിട്ടുണ്ടാവുമല്ലോ, ഇങ്ങോട്ട് ഇങ്ങനെ വെച്ച് തയ്ച്ചെടുക്കുകയാണ് ചെയ്യണത്. അതായത് ഈ ഒരു രീതിയിലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ അവിടെ ക്ലോത്ത് എടുത്തിട്ടുള്ളതും ഒരു ലൈന് മാറ്റം, ഒരു ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ. ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 5 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് തയ്ക്കാത്ത സൈഡ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ക്ലോത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആദ്യം ഒന്ന് മറിച്ച് അതിൻ്റെ മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ച് പിന്നെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് മടക്കാതെ അതിൻ്റെ പകുതി മടക്കി തയ്ച്ച് ആ ഒരു സെപ്പറേറ്റ് ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്തായാലും ഞാൻ തയ്ച്ച് 2 സൈഡിലും ഇതുപോലെയാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ സ്ലീവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിതാ ഒരു ചെറിയൊരു ലേസ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമായിട്ട് വെക്കുന്നുണ്ട്. എവിടെ വെച്ചാൽ ബാക്ക് ഭാഗത്ത് ഞാൻ ചെയ്യണില്ല കേട്ടോ. പക്ഷേ ലേസിൻ്റെ ആ സ്ലീവിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത്, അതായത് ആ ഒരു റൗണ്ട് ഇങ്ങനെ ആ ഒരു ഭാഗത്തായി ഇവിടെ നിന്ന് തൊട്ടിങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തയ്ച്ച് സൈഡ് വരെ ഇതുവരെ തയ്ക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് ഭാഗത്ത് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ സ്ലീവ് വെക്കുന്നതിന് മുമ്പാകുമ്പോൾ പിന്നെ സ്ലീവ് കൂടി വെച്ച് തയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആ ലേസിൻ്റെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിക്കോളല്ലോ. അപ്പോൾ വൃത്തിയായിട്ട് കിട്ടിയുള്ളതെന്ന് കരുതിയിട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഭംഗി, വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ചെറിയൊരു ലേസോ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ക്യൂട്ടാവാൻ വേണ്ടിയിട്ട്, ഒരു ഭംഗി കൂടാൻ വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതുവരെ തയ്ച്ചതിന് ശേഷം 2 സൈഡിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അതെല്ലാം സ്ലീവ് കുറച്ചും കൂടി ഒരു ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെങ്ത്തുള്ള ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് ഞൊറി വിട്ട് തയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് താഴേക്ക് ഇങ്ങനെ ഒരു കുറച്ച് ഇറക്കത്തിൽ ഒരു 10 ഇഞ്ചൊക്കെ ലെങ്ത്തിൽ എടുത്തിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 സൈഡിലും നമ്മൾ സ്ലീവ് അതുപോലെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. പോലത്തെ നമ്മൾ ആ ലേസും അവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വരും. ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് സൈഡും കൂടി ഒന്ന് കൂട്ടി തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ പിടിച്ചിട്ടുണ്ട്, ഇതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇവിടെ നിന്ന് ഏകദേശം നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ അതിനനുസരിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സാധാ നമ്മൾ കൂട്ടി തയ്ക്കണ പോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതി തയ്യൽ തുമ്പിട്ടിട്ട് 2 ഭാഗത്തും 2 സൈഡിലും കൂട്ടി തയ്ക്കും. നമ്മൾ എല്ലായിടത്തും നമ്മൾ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ 2 സൈഡിൽ കൂട്ടി തയ്ച്ചാൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആ തയ്ച്ച് വരുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഭംഗിയായിട്ടുള്ള ചെറിയ മക്കൾക്കും അതുപോലെ തന്നെ ടീനേജേഴ്സിനും ഒക്കെ തയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ്. ഇത് ഈ ഒരു ഇങ്ങനത്തെ ക്ലോത്തിൽ മാത്രമല്ല, നമ്മൾ ലൈനായിട്ടുള്ള ക്ലോത്തിലാവുമ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. പ്ലെയിൻ ആയിട്ടാവുമ്പോൾ അങ്ങനെയും വേറൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഒന്നും കൂടി അതിനൊരു ക്യൂട്ടാക്കി ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീതിയുള്ള ലേസ് വെച്ച് കൊടുക്കാൻ, താഴത്ത് വെച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പം ഇതിൻ്റെ ഈ ഒരു റയോൺ ക്ലോത്ത് ആകുമ്പോൾ അതുപോലെ ഇങ്ങനെ നൂലിങ്ങനെ വലിഞ്ഞ് കുറച്ചിങ്ങനെ ഇതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. നൂലുകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലേസ് വെച്ചിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് ലേസ് താഴ്ഭാഗത്ത് ഇങ്ങനെ താഴ്ഭാഗത്ത് താഴേക്ക് ഇങ്ങനെ ആ ഒരു ഇത് ക്രയോൺ ആകുമ്പോൾ നമ്മൾ ഇതിപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു ടോപ്പാണ്. ഒരു എന്താ പറയുക, നമ്മുടെ 25 ലെങ്ത്തൊക്കെ അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഒന്നും കൂടി ഇതിങ്ങനെ പൊന്തി തുണി പാറാതിരിക്കാൻ ഏറ്റവും അടിപൊളിയായിരിക്കും ഈ ഒരു ലേസ് വെച്ചാൽ കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഭാഗത്ത് ആദ്യം ലേസ് ഇങ്ങനെ വെച്ചിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിട്ട് വെച്ചിട്ട് അത് ഉള്ളിലേക്ക് ഇങ്ങനെ ഇതുപോലെ മടക്കി തയ്ച്ചിട്ട് പിന്നെ ഇങ്ങനെ കറക്റ്റാക്കിയതിന് ശേഷം മുകളിലൂടെ തയ്ച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്കും ആ ഒരു ലേസ് തയ്ക്കുമ്പോൾ ആ ഒരു വൃത്തിയായിട്ട് സ്റ്റിച്ചിങ് വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ ലേസ് നമ്മൾ ആദ്യം നല്ല ഭാഗത്ത് ഏകദേശം താഴെ നിന്ന് 1 ഇഞ്ച് മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഇഞ്ച് ക്യാപ്റ്റ ഉള്ളിലേക്ക് നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി തയ്ച്ചതിന് ചുറ്റുഭാഗം തയ്ച്ചതിന് ശേഷം സാധാ പോലെ മറിച്ച് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചാൽ ഇതുപോലെ അടിപൊളിയായിട്ട്, അതായത് ഉൾഭാഗത്തും നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ലേസ് വെച്ച് കിട്ടും. ഇനി ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ഞൊറിവൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി അയൺ ചെയ്ത് എടുത്താൽ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ടോപ്പ് കിട്ടും. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഒരു അടിപൊളി ജീൻസിലേക്കോ വെള്ള പലാസോ പാൻറ്റിലേക്കോ ഒക്കെ ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ മുൻഭാഗത്ത് എന്തെങ്കിലും ബട്ടൺസോ കാര്യങ്ങളോ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ ഞാൻ ആ മുകളിലൊക്കെ ഇട്ടിട്ടുള്ള ലുക്കും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം.
ഇതാണ് കേട്ടോ അവൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവൾ ബ്ലാക്ക് പാൻറ്റാണ് ഇട്ടിട്ടുള്ളത്, പോകാൻ വേണ്ടിയിട്ട്, അവൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇട്ടതായിരുന്നു. വൈറ്റ് പാൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗിയായിട്ടുണ്ടാവും. നമ്മുടെ സ്ലീവ് കണ്ടോ, ഈ ഇറക്കാണ്. ഈ സ്ലീവിന് ഞാൻ എടുത്തിട്ടുള്ളത് അതല്ല, താഴേക്ക് ഒന്നും കൂടി ലെങ്ത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഞൊറിവ്, അതായത് ഈ ഒരു പ്ലേറ്റ് പ്രത്യേകിച്ചൊരു അധികം ഒരു ഭംഗിയാണ്. പിന്നെ മറ്റേ പ്ലേറ്റിനേക്കാണ് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലേറ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ തുടർന്നും നമ്മുടെ വീഡിയോസ് കാണാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നല്ല അടിപൊളി ഡ്രസ്സായിട്ട് കാണാം. ബൈ ബൈ.